നമസ്കാരം. മണ്ഡലത്തിലെ വികസനം പറയാൻ മന്ത്രിമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് എനിക്കൊപ്പമുള്ളത് മന്ത്രി ശ്രീ വി എൻ വാസവനാണ്. മിനിസ്റ്റർ, സ്വാഗതം. നമ്മൾ ഈ വികസനമാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്ന വികസനമാണ്. മന്ത്രിയുടെ മണ്ഡലം ഏറ്റുമാനൂർ മണ്ഡലമാണ്. ഞാൻ ഏറ്റുമാനൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരാളുമാണ്. അപ്പോൾ എന്താണ് മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച്? അതിൽ കിഫ്ബിയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ 140 മണ്ഡലം എടുക്കുമ്പോൾ മുൻനിരയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു മണ്ഡലമാണ് ഏറ്റുമാനൂർ. 4100 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ മേജർ പോർഷൻ കിഫ്ബിയാണ് ഫണ്ട്. പ്രധാനമായും ആതുര സേവന രംഗത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന മെഡിക്കൽ കോളേജാണ്. 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിൽ നടന്നു. ഒന്ന് സർജിക്കൽ ബ്ലോക്ക്, 560 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററും. 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, മറ്റേ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററും. ഇപ്പുറത്ത് പ്രധാനമായും ക്രിട്ടിക്കൽ കെയർ IC, അതോടൊപ്പം തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ റിസർച്ച് സെൻറ്റർ ഉൾപ്പെടെയുള്ള. മറ്റൊന്ന്, നേരത്തെ തന്നെ കാഷ്വാലിറ്റിയിലെ വിവിധ ബ്ലോക്കുകൾ പ്രത്യേകമായി ആണ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതുകൂടാതെ കാർഡിയോളജിയുടെ സെക്കൻഡ് ഫേസ്, അത് കാർഡിയോ തൊറാസിക് സർജറിക്ക്, അത് 36 കോടി രൂപ. അതിപ്പോൾ ഈ 2 ദിവസത്തേക്ക് ഉദ്ഘാടനം ചെയ്യും. പിന്നീട് അതിലെല്ലാം ഉപകരണങ്ങൾ, ഇപ്പോൾ കാത്തിലാവ് 3 അതോടൊപ്പം തന്നെ അൾട്രാസൗണ്ട്, CT സ്കാന്, MRI സ്കാന്, ഈ 3 തരത്തിലുള്ള സ്കാൻ സംവിധാനങ്ങളെല്ലാമായി. ഒപ്പം നമുക്ക് പ്രധാനമായും ഈ ആന്തരിക അവയവങ്ങളെ സംബന്ധിച്ച് പരിശോധന നടത്താൻ സഹായിക്കുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ എല്ലാം വന്നു കഴിഞ്ഞു. അതിൽ സിയാം ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്, അതുൾപ്പെടെ അവിടെ വന്നിരിക്കുന്നു. പിന്നെ നമുക്ക് ഓൺകോളജി വിഭാഗത്തിൽ നേരത്തെ കോബാൾട്ട് യൂണിറ്റ് ആയിരുന്നു, ഇപ്പോൾ ലീനിയർ ആക്സിലേറ്ററാണ് റേഡിയേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ കാർഡിയോളജി ബ്ലോക്കിന്, ഓൺകോളജി വിഭാഗത്തിന്, അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിന്, ഇതിനെല്ലാം വേണ്ടി പുതിയതായി കെട്ടിടം നിർമ്മിക്കാനും ഉപകരണങ്ങൾ വാങ്ങാനും എല്ലാം കിഫ്ബി ഫണ്ട് കിട്ടിയിരുന്നു. ഇതുകൂടാതെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു 7 കോടി രൂപ ഒരു മണ്ഡലത്തിലേക്ക് ഒരു MLA കിട്ടി. ആ 7 കോടി രൂപ 4 കോടി രൂപ മെഡിക്കൽ കോളേജിനും 3 കോടി രൂപ ICH എന്ന് വെച്ചാൽ കുട്ടികളുടെ ആശുപത്രി, ഈ രണ്ടിനും ചേർന്ന് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ പൊതുവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. അത് കിഫ്ബിയാണ് ഫണ്ട്. രണ്ടാമത് എടുത്തു പറയേണ്ട ഒരു കേസാണ് യൂണിവേഴ്സിറ്റി. എൻ്റെ മണ്ഡലത്തിലുള്ള 2 പ്രധാനപ്പെട്ട ലോകം ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ്, ഒന്ന് മെഡിക്കൽ കോളേജും 2 യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നാനോ ടെക്നോളജിയുടെ റിസർച്ച് സെൻറ്റർ, അതുപോലെ ഹോസ്റ്റല്, അതുപോലെ തന്നെ അവരുടെ ലൈബ്രറി ബ്ലോക്ക്, ഇങ്ങനെയുള്ള പുതിയ ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഉണ്ടായ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്. ഇതിനു പുറമെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് 47.17 കോടി രൂപയ്ക്ക് നമുക്ക് കിഫ്ബി ഭരണാനുമതി തന്ന് നാളത്തെ കഴിഞ്ഞ് ഉദ്ഘാടനമാണ്. അതിൽ വരാൻ പോകുന്നത് 3 സിന്തറ്റിക് ട്രാക്ക്, ഒപ്പം വോളിബോൾ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, ബാഡ്മിൻ്റൺ കോർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഗെയിംസിനുമുള്ള കോർട്ടുകൾ. ഇതുകൂടാതെ സ്വിമ്മിംഗ് പൂള്, പിന്നെ കായിക താരങ്ങൾക്ക് വന്ന് താമസിച്ച് അവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന ഹോസ്റ്റൽ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഞങ്ങൾ ഈ സൂസൻ മേബിളിൻ്റെ പേരിൽ ഇപ്പോൾ നിർമ്മിക്കാൻ യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലം തന്നു. കായിക വകുപ്പും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആ സ്ഥലം കൈമാറുന്ന ചടങ്ങ് നടന്നു കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റായിട്ട് അത് വരും. മറ്റൊന്ന്, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലും അതിരമ്പുഴ പഞ്ചായത്തിലും കാണക്കാരി പഞ്ചായത്തിലും മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്ന രൂപത്തിൽ 93 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി, മെഗാ പ്രോജക്റ്റാണ്. ആ 93 കോടി രൂപയും കിഫ്ബിയാണ് തന്നത്. കിഫ്ബി പ്രോജക്റ്റിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 40% ഒരു ഭാഗത്തെ വർക്ക് തീർന്നു, മറ്റൊരു ഭാഗത്ത് 60% തീർന്നു. അപ്പോൾ ഇനി ഒരു 3 മാസങ്ങൾക്കുള്ളിൽ വെള്ളം എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് പൈപ്പിട്ട് തുടങ്ങി. അത്രത്തോളം വർക്ക് ഇപ്പോൾ പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതും കിഫ്ബി പ്രോജക്റ്റാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ കുമരകം പഞ്ചായത്തിലെ കോണത്താറ്റ് പാലം, ആ പാലം 15.68 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ തീർത്ത് കഴിഞ്ഞിരിക്കുന്നത്. 4 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു.
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള മനോഹരമായൊരു പാലം വളരെ ഫലവത്തായി തീർത്തിരിക്കുകയാണ്. മറ്റൊന്ന്, കോട്ടയം ടു കുമരകം വലിയ രൂപത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടതാണ്. 120 കോടി രൂപ ഇപ്പോൾ കിഫ്ബി അനുവദിച്ചിരിക്കുന്നു. അങ്ങോട്ടുള്ള വൈഡനിങ് അതിൻ്റെ കല്ലിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൂടെ വരുമ്പോഴേക്കും ആ റോഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് അവണാറ്റിങ്ങര വരെ ഏതാണ്ട് 16 കിലോമീറ്ററോളം ഈ കിഫ്ബി പ്രോജക്റ്റിൽ അതും തീരാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മാത്രമായി കിഫ്ബി പ്രോജക്റ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള വികസന സാധ്യതയ്ക്ക് ഫണ്ട് ലഭിച്ചപ്പോൾ തന്നെ ബഡ്ജറ്റ് വീതമായി കിട്ടിയ വേറെ വർക്കുകളുണ്ട്. അത് ഏറ്റുമാനൂരിലെ നിങ്ങൾക്കറിയാം കമ്പനിക്കടവ് പാലം നടക്കാതെ 13 വർഷമായി കിടന്നിരുന്നു. അതിപ്പോൾ നടക്കാൻ ഏറ്റവും ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. പാലം തീർന്നിരിക്കുന്നു, അപ്രോച്ച് റോഡിൻ്റെ പണി നടന്നു. മറ്റൊന്ന്, കാരിത്താസിൻ്റെ ഒരു റെയിൽവേ മേൽപ്പാലം വളരെ വർഷങ്ങളായിട്ട് ആളുകൾ ആഗ്രഹിച്ചിരുന്നതാണ്. അതിപ്പോൾ സാധ്യമായിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. അപ്പോൾ MC റോഡും ഇങ്ങോട്ടും കൂടെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മെഡിക്കോളയെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ പടിഞ്ഞാറൻ മേഖലയിലെ പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രൂപത്തിൽ പുറംബണ്ട് നിർമ്മാണവും കൃഷിക്ക് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രോജക്റ്റുകൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏറ്റുമാനൂർ ശ്രദ്ധിക്കപ്പെട്ട മറ്റ് സംഭവങ്ങളാണ്. ഒന്ന്, അവിടുത്തെ സിവിൽ സ്റ്റേഷൻ വളരെ വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിച്ച ഇപ്പോൾ വാർക്ക കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് താമസിയാതെ ഉദ്ഘാടനം ചെയ്യാം. സെക്കൻഡ് ഫേസ് അടുത്തതിലേക്ക് വരും. 32 കോടി രൂപയാണ്. മറ്റൊന്ന്, ഏറ്റുമാനൂരിലെ പട്ടിത്താനം ബൈപ്പാസ് 30 വർഷത്തിലേറെയായിട്ട് പൂർത്തീകരിക്കാതെ കടന്നപ്പെടുന്ന ബൈപ്പാസ്, ചില റോഡുകളുടെ തർക്കവും സ്ഥലം കിട്ടാതെ വന്നൊക്കെയാണ്. അത് പൂർത്തീകരിച്ച് അത് ഏതാണ്ട് ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പട്ടിത്താനം ബൈപ്പാസ്. ഇതുകൂടാതെ ഇപ്പോൾ കോടതി സമുച്ചയം ഇപ്പോൾ ഉടനെ തന്നെ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് ഒരു വലിയ പ്രോജക്റ്റായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിനും പുറമെ ഏറ്റുമാനൂർ ഗേൾസ് ഹൈസ്കൂൾ അതിനാവശ്യമായ ഫണ്ട് കൊടുത്ത് കെട്ടും തീർന്നു അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാവുന്ന രൂപത്തിൽ വന്നിരിക്കുന്നു. ഏറ്റുമാനൂരിലെ ഗവൺമെൻറ് UP സ്കൂൾ പുന്നത്തറ അത് 28-1 തീയതി ഉദ്ഘാടനം വച്ചിരിക്കുകയാണ്. അത് വികസനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ഇതുകൂടാതെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്തു. PWD റോഡ് മുഴുവൻ BMBC നിലവാരത്തിലുള്ള ജില്ലയിലെ മണ്ഡലം ഏറ്റുമാനൂർ തന്നെയാണ്. അതോടൊപ്പം പഞ്ചായത്തുകളുടെ റോഡും ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പോർട്സിന് വേണ്ടിയുള്ള സൗകര്യം ഇപ്പം നീണ്ടൂർ പഞ്ചായത്തിൽ 50 ലക്ഷം രൂപ MLA ഫണ്ടും 50 ലക്ഷം അവരും മുടക്കിയിട്ട് ഇപ്പോൾ ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്പോർട്സിന് വേണ്ടി. ഇത് മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് തിരുവാർപ്പ് പോലുള്ള പഞ്ചായത്തിൽ നബാർഡിൻ്റെ സഹായത്തോടു കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡിൻ്റെ എല്ലാം നടത്തിയിരിക്കുന്നു. ടൂറിസം സെൻറ്ററിലേക്കുള്ള സാധ്യതകൾ ഒരുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളുകൾക്കുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ആർപ്പുകര പഞ്ചായത്തിലും ഐമനം പഞ്ചായത്തിലും എല്ലാ റോഡുകളും BMBCയും അതോടൊപ്പം ഐമനം പഞ്ചായത്തിലെ ആതുര സേവന സങ്കേതം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ആർപ്പുകരയിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഒരു സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്ന് ആ സ്കൂളുകളുടെ മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതുകൂടാതെ ചീപ്പിങ്ങൽ മണിയാവറമ്പ് റോഡ് പൂർത്തീകരിച്ചു. അതിപ്പോൾ ടാർ ചെയ്ത് ബലവത്താക്കാൻ വേണ്ടി നബാർഡിന് കൊടുത്തിരിക്കുകയാണ്. അതും നടക്കാൻ പോവുകയാണ്. നീണ്ടൂർ എടുക്കുമ്പോൾ നീണ്ടൂരിൽ സ്കൂളിന് പ്രത്യേകമായി നമ്മൾ ഫണ്ട് കൊടുത്ത് ബസ് വാങ്ങിക്കൊടുത്തു. സ്കൂൾ കെട്ടിടം പണിത് കൊടുത്തിരുന്നു. പിന്നെ അവിടുത്തെ ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് വന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആതുര സേവന സങ്കേതമെല്ലാം വികസനത്തിൻ്റെ രംഗത്തേക്ക് വന്നു. അത് വലിയ രൂപത്തിൽ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ചെയ്ത് തീർക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ അതിരമ്പുഴയിൽ ഒരിക്കലും നടക്കാതിരുന്ന ഒരു ജംഗ്ഷനുണ്ട്. 85 പേരുടെ സ്ഥലം എടുത്ത് 6 മീറ്റർ ഉണ്ടായിരുന്ന 18 മീറ്ററാക്കി ആ റോഡ് ജംഗ്ഷൻ വിപുലീകരിച്ച് കൊടുത്ത് അവിടുത്തെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അതുപോലെ മാന്നാനത്തൊരു വലിയ പാലം 25 കോടി രൂപ മുടക്കി ഓൺഗോയിങ് പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നീണ്ടൂർ അതിരമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ്. പിന്നെ അവിടെ പഞ്ചായത്തുകളുടെ റോഡും എടുത്ത് BMBC നിലവാരത്തിൽ ഇപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നടക്കാതിരുന്ന കുറേ വർക്കുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഐമനത്താണെങ്കിൽ ഇപ്പോൾ പരിപ്പ് 900 എന്ന് പറയുന്ന റോഡ് 30 വർഷമായി നടക്കാതിരുന്നൊരു വർക്കാണ്. ഇപ്പോൾ നടത്തി ഓൺഗോയിങ് പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മണ്ഡലത്തിലെ പൊതുവികസനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്നതും ചെറുതും വലുതുമായി MLA ഫണ്ട് കൊടുത്ത് എല്ലാ പഞ്ചായത്തിലെയും
റോഡുകളെല്ലാം ശരിയാക്കാൻ വേണ്ടി പഞ്ചായത്തിന് വീതിച്ച് 5 വർഷത്തെ MLA ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ട്, കരിയിൽ പാലം ഓൺ ഗോയിങ് പ്രോജക്റ്റാണ്. അത്തരത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് കൊണ്ട് തിരുവാർപ്പുഴ റോഡ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റു ചില പാലങ്ങൾക്ക് PAS കിട്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ കിഫ്ബിയും മറ്റ് പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ ഫ്ലഡ് ഡ്രോട്ട് റിലീഫുകൾ, റീബിൽഡ് കേരള, ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള പാത രാജപാതയാക്കി മാറ്റി 8 റോഡുകൾ ഒന്നിച്ച് റീബിൽഡ് കേരളയിലെടുത്ത് നടപ്പാക്കി. അങ്ങനെ പൊതുവിൽ മണ്ഡലത്തിൻ്റെ വികസനം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എല്ലാ മേഖലയിലും, എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ചെല്ലത്തക്ക രൂപത്തിൽ പ്രവർത്തനം നയിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്തൊരു പ്രവർത്തനം വേറെ ആരും ചെയ്യാത്തൊരു കാര്യം കൂടി പറയാം. ഞാൻ ആദ്യം MLA ആയി കഴിഞ്ഞപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ഒരു വികസന ശില്പശാല സംഘടിപ്പിച്ചു. എൻ്റെ വിഷൻ മുഴുവൻ അവിടെ അവതരിപ്പിച്ചു. പത്മവിഭൂഷൺ ജസ്റ്റിസ് KT തോമസ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ജനപ്രതിനിധികളും പൗരപ്രമുഖരും ഉദ്യോഗസ്ഥ പ്രമുഖരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എൻ്റെ അഭിപ്രായം അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടി ഒരു ഷെൽഫ് ഓഫ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു 2 വർഷത്തിന് കഴിയുമ്പോൾ ഇത് റിവ്യൂ ചെയ്യും, ഇതിലെത്രത്തോളം നടപ്പായി. ഇവരെല്ലാം തന്നെ വിളിച്ച് വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ അത് റിവ്യൂ ചെയ്യും. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. പറഞ്ഞതുപോലെ തന്നെ 2.5 വർഷം കൂടി കഴിഞ്ഞ് അങ്ങനെ 4.5 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഷെൽഫ് ഓഫ് പ്രോജക്റ്റിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ 99% പൂർത്തീകരിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ഇപ്പോൾ ഈ 1-2 മാസം കൊണ്ട് തീർക്കുന്ന രൂപത്തിലേക്ക് എത്തിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒരുപക്ഷേ കേരളത്തിൽ മറ്റാരും ഇങ്ങനെ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഒരു ശില്പശാല ഐഡിയ ഉണ്ടാക്കുന്നു, 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുന്നു, വീണ്ടും 2 വർഷം കഴിഞ്ഞ് റിവ്യൂ ചെയ്യുന്നു, 4.5 വർഷം കഴിയുമ്പോഴേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ച് പൊതുവിൽ എല്ലാവരും അംഗീകരിച്ചതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു. വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ആ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുന്നതിന് വേണ്ടി QR കോഡ് ഉണ്ടാക്കി അത് സ്കാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അത് ഇപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും, വായിക്കാനും പഠിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ അതിലേറ്റവും നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് കിഫ്ബി നടപ്പാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ വിശദമായി തന്നെ പറയുകയാണ് മണ്ഡലത്തിൽ. അതുകൂടാതെ വൻകിട പദ്ധതികൾ, ഇപ്പോൾ ശബരി റെയിൽ, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, അതുമായി ബന്ധപ്പെട്ട പുനലൂർ കൊല്ലം വിഴിഞ്ഞം സാമ്പത്തിക ഇടനാഴി, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി തുക അനുവദിക്കുന്നു, അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അതിൽ കൃത്യമായി പറഞ്ഞാൽ 1900 കോടി രൂപ ശബരി റെയിൽക്ക് ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. കോട്ടയം ജില്ലയിലാണത് വരുന്നത്. 2, ഇപ്പോൾ ഇടനാഴിയുടെ കാര്യം സൂചിപ്പിച്ചു, പുതിയ കോറിഡോർ വരുന്നു, അതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ വികസന സാധ്യതകളാണ് ആ രംഗത്ത് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. നാളെ ഏറ്റവും കൂടുതൽ വികസിക്കാൻ പറ്റുന്ന ഏറ്റവും അടിസ്ഥാന സൗകര്യമാണ്. ആ സൗകര്യത്തോടു കൂടി നമുക്കുണ്ടാകാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖവും അതിൻ്റെ പശ്ചാത്തല വികസനവും ഈ രൂപത്തിലേക്ക് വളർന്നു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ ശബരി റെയിൽവേ തന്നെ വിഴിഞ്ഞത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കിഫ്ബി ഫണ്ട് ഇപ്പോൾ 1900 കോടി രൂപ ശബരി റെയിൽവേക്ക് തന്നു കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മുടെ നെയ്യാറ്റിങ്കര തൊട്ടിങ്ങോട്ടുള്ള റോഡുകൾ, ആ റോഡുകളിലേക്ക് നമുക്കിപ്പോൾ ഫ്ലവർ ലീഫ് ഉണ്ടാവണം, പുതിയ ഹൈവേയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തേക്ക്. രണ്ടാമത്തത് നമുക്ക് റെയിൽവേ നമ്മൾ 10.7 കിലോമീറ്ററാണ് റെയിൽവേ, അതിൽ 9.2 കിലോമീറ്റർ ടണലാണ്. അപ്പോൾ അതിൻ്റെ കൊങ്കൺ റെയിൽവേ DPR എല്ലാം തയ്യാറാക്കി അത് അംഗീകരിച്ച് ഇപ്പോൾ സ്ഥലമെടുപ്പ് 2 ജില്ലയിലേക്ക് കഴിഞ്ഞു, 3ാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമീപകാല ഭാവിയിൽ ആ റെയിൽവേയുടെ വികസനം വരും, 2 റോഡ് വികസനം വരും. ഈ കണക്ടിവിറ്റി കൂടി വരുന്നതോടുകൂടി വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ 2, 3, 4 ഘട്ടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. 2028 അത് പൂർത്തീകരിക്കും. അപ്പോൾ അതിൻ്റെ ഫുൾ സീലിലേക്ക് എത്തുമ്പോഴേക്ക് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന നമ്പർ 1 തുറമുഖത്തിലൊന്നായി വിഴിഞ്ഞം മാറിത്തീരാൻ പോയി. ഇപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ മുന്നേറ്റമാണ് വിഴിഞ്ഞത്തിനുണ്ടായി കഴിഞ്ഞിട്ടുള്ളത്. അത് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കേരളത്തിൻ്റെ വികസന കുതിപ്പിന് യഥാർത്ഥത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അതുപോലെ തന്നെ ഇപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല കൂടി താങ്കൾക്കുള്ളത് കൊണ്ടാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ ഇടത്താവളങ്ങളുടെ വർക്കിലേക്ക് കിഫ്ബി പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ കിഫ്ബി പ്രോജക്റ്റിൽ ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് 1 നിലയ്ക്കൽ, 2 എരുമേലി, 3 കഴക്കൂട്ടം, 4 ചെങ്ങന്നൂർ. ഇതെല്ലാം ഓൺ ഗോയിങ് പ്രോജക്റ്റ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അതിലിപ്പോൾ 2 ഉദ്ഘാടനം ചെയ്തു.
നിലയ്ക്കലെയും കഴക്കൂട്ടത്തെയും ഉദ്ഘാടനം ചെയ്തു. എരുമേലിയിലെ അടുത്ത 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി തീരാനുള്ളത് ചെങ്ങന്നൂരിലെയും അതേപോലെ തന്നെ പിന്നീട് പുനലൂരൊരെണ്ണം അത് നേരത്തെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 146 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മുടക്കിയാണ് ഈ ശബരിമലയ്ക്ക് വേണ്ടി ഇത്രയും പ്രോജക്റ്റുകൾ ഏറ്റെടുത്തത്. അതും ഇപ്പോൾ തീരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അതുപോലെ സഹകരണ വകുപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് കിഫ്ബിയുടെ സഹകരണ പദ്ധതികൾ? വകുപ്പിൽ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് വന്നിട്ടുള്ളത്, ഒന്ന് കോട്ടയത്ത് ഒരു അക്ഷര മ്യൂസിയം ഉണ്ട്. ആ അക്ഷര മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ പരിണാമം, അല്ലെ അക്ഷരങ്ങളുടെ പരിണാമം, അതിൻ്റെ ഉൽപ്പത്തി. ആദ്യ മനുഷ്യൻ എങ്ങനെയായിരുന്നു, ആദ്യം ആംഗ്യ ഭാഷ, പിന്നെ സംസാര ഭാഷ, ആ സംസാര ഭാഷയ്ക്കൊരു ലിപി, ആ ലിപികൾ, ആ അക്ഷരങ്ങൾ പിന്നെ വാക്കുകളാകുന്നു, വാക്കുകൾ വാചകങ്ങളാകുന്നു, വാചകങ്ങൾ ആശയങ്ങളാകുന്നു. അതിൻ്റെ ആ പരിവർത്തനം മുഴുവൻ ഒരു വിദ്യാർത്ഥിക്ക്, ചരിത്ര ഗവേഷക വിദ്യാർത്ഥിക്കെല്ലാം പഠിക്കാൻ കഴിയുന്ന രൂപത്തിലൊരു അക്ഷര മ്യൂസിയം സഹകരണ മേഖലയിൽ കോട്ടയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫേസിന് 16.5 കോടി രൂപ കിഫ്ബി തന്ന് അടുത്തതിലേക്ക് കടക്കാൻ പോകും. ലോകത്തെ 6000 ഭാഷകളെ പരിചയപ്പെടുത്തും. ഇപ്പോൾ ഇന്ത്യയിലെ 600 ഭാഷകളെ പരിചയപ്പെടുത്തുകയാണ്. മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഏതൊരു ഗവേഷക വിദ്യാർത്ഥിക്ക് അവിടെ വന്നത് കാണുകയും ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ. അതാണ് അപ്പോൾ കിഫ്ബിയുടെ മിനിസ്റ്റർ എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നട്ടെ. അപ്പോൾ ഒരു സംസ്ഥാനത്ത് പൊതുവിലെടുക്കുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറച്ചിലല്ലോ, ഓരോന്നും നമുക്ക് തൊട്ട് കാണിക്കാനും ഉദ്ഘാടനം കഴിഞ്ഞതുകൊണ്ട് എടുത്തെടുത്ത് കാണിക്കാനുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ കോളേജിൽ ആർക്ക് വന്നാലും കാണാം, നേരിട്ട് കാണാം. ഉദ്ഘാടനം കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ പലത് നടക്കാൻ പോകും. അപ്പോൾ മുമ്പ് അതിനെ പരിഹസിച്ചവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ തീർന്ന പ്രോജക്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് കോടതിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം, ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി, അതിലെന്താണ് മിനിസ്റ്റർ പറയാനുള്ളത്? അതേതാ സർവേയുടെ കാര്യം? ഒന്ന് സർവേ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശം സർക്കാർ ജീവനക്കാർക്ക് അയച്ചത്, അത് കോടതി തടഞ്ഞു. അല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്താണ്, അല്ലെ തടഞ്ഞതാണ്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ സ്റ്റേ ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വികസന സർവേ നടത്താമെന്നുള്ളതാണ്. നവകേരളത്തിന് വേണ്ടിയുള്ളൊരു വികസന സർവേ, അതിനെന്താ കുഴപ്പമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അത് നടത്താനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നു. കേരളം ഇതുവരെ ചെയ്ത വികസന രംഗത്തെ വിസ്മയങ്ങൾ പൊതുവിൽ നമുക്ക് വിവരിക്കാവുന്നതാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സർവേ നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ നടന്നത് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലില്ല. അപ്പോൾ 7-8 കാര്യങ്ങളിൽ ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റാണ്. ഇതെല്ലാം അറിയാവുന്ന ബഹുമാനപ്പെട്ട കോടതി, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്നു. അത്തരത്തിൽ വികസനത്തിനൊക്കെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തു. അത് സന്തോഷം, സ്വാഗതാർഹം. നമുക്ക് ഈ കാര്യം നടത്തിപ്പോവാം. മറ്റേ മെസ്സേജുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്ത് സംബന്ധിച്ച് നിയമവകുപ്പ് പരിശോധിച്ച് തുടർ നടപടി എന്ത് വേണമെന്നുള്ള ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കും. അത് ഇതിപ്പോൾ ഈ ജീവനക്കാരുടെ വിവരങ്ങളൊക്കെ, അത് സർക്കാർ ജീവനക്കാരല്ലാത്തവർക്കും ഈ സന്ദേശം പോകുന്നുണ്ട്. അപ്പോൾ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു എന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ എന്നൊക്കെ ഉള്ളതാണല്ലോ. അതെന്താണെന്നുള്ളത് നമുക്ക് ആ വിധി കണ്ടതിന് ശേഷം ഏതൊക്കെ രൂപത്തിലാണ് കോടതിയെ കണ്ടെന്നുള്ളത് വിധി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിയമവകുപ്പ് പരിശോധിച്ചിട്ട് അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. ഇപ്പോൾ ഏതായിരുന്നാലും അന്ന് ആദ്യത്തെ വിഷയത്തിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് സ്വാഗതാർഹമാണ്. നമുക്ക് വികസനമായിട്ട് മുന്നോട്ട് പോകാം. മറ്റൊന്നിപ്പോൾ ഈ ശബരിമല വിഷയം, അതാണ് തുടർച്ചയായിട്ട് പ്രതിപക്ഷം ആ ഒരൊറ്റ വിഷയത്തിൽ ഊന്നി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്ത്രിയുടെ വിഷയമാണ്. അപ്പോൾ ഇന്നും അത് തന്നെയാണ് കണ്ടത്. അതിലിപ്പോൾ ഇന്ന് പ്രതിപക്ഷം പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം, അതിൽ ദേവസ്വം മന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ മന്ത്രി മിണ്ടുന്നില്ല എന്നാണ്. മറ്റൊന്ന് അവർ പറയുന്നത്, ആദ്യം കേരള ബാങ്ക് സ്പോൺസറാണെന്ന് പറയുന്നു, പിന്നീട് കേരള ബാങ്ക് ഇല്ല എന്ന് പറയുന്നു. ഒരേ വിഷയത്തിൽ 2 നിലപാട് സ്വീകരിക്കുകയാണ്. അതിന് മറുപടി അവർ തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതല്ല ഒന്ന് തന്നെയാണ്. കേരള ബാങ്ക് അതിനകത്ത് സ്പോൺസർഷിപ്പല്ല, പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. അവർ രേഖപ്പെടുത്തിയത് സ്പോൺസർഷിപ്പെന്ന്. പരസ്യവും സ്പോൺസർഷിപ്പും തമ്മിൽ വ്യത്യാസം വരുന്നത്, കേരള ബാങ്ക് RBIയുടെ കൺട്രോളിലാണ്. അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാനുള്ള റൈറ്റില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാം, അവർക്ക് കൊടുത്തിട്ടുള്ള പരസ്യത്തിൽപ്പെടുത്തിയിട്ടുള്ള തുക കൊടുക്കാം. അങ്ങനെ പരസ്യത്തിൽപ്പെടുത്തി 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തത് GST എടുത്തതിന് ശേഷം മാത്രമേ ദേവസ്വം ബോർഡ് വരവ് വെക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ തുകയുടെ വ്യത്യാസം വരുന്നത്. GST ഇൻക്ലൂഡിങ് ആണ് ഈ കൊടുക്കുന്നതിനകത്ത് പരിപാടി. അപ്പോൾ അല്ലാതെ ഒരു പരസ്പര വിരുദ്ധവും ഇല്ല, സംഭവം ഒന്ന് തന്നെയാണ്. ആ പരസ്യം എന്നുള്ളത് ദേവസ്വം ബോർഡ് ആദ്യം ചേർക്കാതെ അവർ സ്പോൺസർഷിപ്പ് എന്ന് ബോർഡ് എഴുതി കൊടുത്തു. അതാണ് ആദ്യം പറയേണ്ടി വന്നത്. അത് കൃത്യമായി ബോർഡ് തന്നെ അതിന് റിലീസ് കൊടുക്കും. അതോടുകൂടി ആ പ്രശ്നം തീരും. വേറെ അതിനകത്ത് അത് ദേവസ്വം ബോർഡ് പറഞ്ഞല്ലോ. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. ആ കണക്ക് അവർ ഓഡിറ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കോടതി കൊടുത്തു. അങ്ങനെയാണ് ഈ തെറ്റായ വാർത്തകൾ വന്നത്. എസ്റ്റിമേറ്റും യഥാർത്ഥ കണക്കും 2ഉം 2ആയിരിക്കുമല്ലോ. യഥാർത്ഥ കണക്ക് ഓഡിറ്റ് ചെയ്ത് വന്ന് അവർ പരിശോധിച്ചതിന് ശേഷം റെക്ടിഫൈഡ് വേണം കോടതി കൊടുക്കാൻ. അത്
കൊടുക്കാൻ വേണ്ടി 3 പേരെ ചുമതലപ്പെടുത്തിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ചുമതലപ്പെടുത്തി. ദേവസ്വം ബോർഡിൻ്റെ ഡേ ടു ഡേ ബെനിഫിറ്റ്സിലോ സാമ്പത്തിക കാര്യത്തിലോ നമുക്ക് ഇടപെടാൻ ഒരു അധികാരമില്ല. 5 ദേവസ്വം ബോർഡ് കേരളത്തിലുണ്ട്. ആ ദേവസ്വം ബോർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം. ഇതിൻ്റെ ഏതെങ്കിലും ദൈനംദിന പ്രവർത്തനത്തിലോ മറ്റൊന്നും ഹിന്ദു റിലീജിയസ് ആക്ട് 950 അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുക. അത് പരമാധികാരമാണ്. അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, അവരുടെ ബഡ്ജറ്റ്, ഇതിലൊന്നും അവിടുന്ന് ഒരു രൂപ എടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല, തൊടാനും അധികാരമില്ല. അത് കൈകാര്യം ചെയ്യുന്നത് അവരാണ്. അവിടെ ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിച്ചത് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. സർക്കാർ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അത് ശബരിമല വരുമ്പോഴും അതാണ് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് കണക്കെല്ലാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അന്ന് ഈ പരിപാടി നടക്കുമ്പോൾ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി വരികയും അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ കൈ കഴുകി പിന്നോട്ട് പോവുകയും പ്രതിപക്ഷ നേതാവ് ആ കാര്യത്തിലുള്ള കുറ്റബോധമാണ്. പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കാതെ ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാതെ ഒഴിമാറി കുശുമ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. 14,000 പേര് പങ്കെടുത്ത് ഭംഗിയായി കഴിഞ്ഞപ്പോൾ ഈ കുശുമ്പ് പറയുന്നു. ഞങ്ങൾ ആ കാര്യത്തിൽ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ട് ഇതിനോടൊപ്പം ഉണ്ടെന്ന് അന്നും ഇന്നും പറയുന്നു. 300 പേരാണ് പങ്കെടുത്തതെന്നാണ്. അത് പിന്നെ പരസ്യത്തിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്തൊരു കഥയല്ലേ. കൃത്യമായി അവിടെ ആരൊക്കെ എവിടുന്ന് പങ്കെടുത്തു എന്നുള്ള രേഖയുണ്ട്. ഞങ്ങളന്ന് തന്നെ പത്രസമ്മേളനം നടത്തി വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്ത നല്ല മീഡിയയുണ്ട്. അതേസമയത്ത് ദുരുദ്ദേശത്തോടു കൂടി ഈ ഡിസ്കഷന് വേണ്ടി ഓരോ സെറ്റിലേക്ക് പോയപ്പോൾ ആളില്ലാത്ത കസേര നോക്കി കൊടുത്തവരുണ്ട്. അത് കൃത്യമായി അന്ന് തന്നെ നന്നായി റിപ്പോർട്ട് ചെയ്ത നല്ല ചാനലുകളുണ്ട്. വസ്തുത യാഥാർത്ഥ്യബോധം, ഞാനത് ആരൊക്കെയാണെന്നൊന്നും പറയുന്നില്ല, യാഥാർത്ഥ്യബോധത്തോടുകൂടി ആ പ്രശ്നത്തെ സമീപിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതിലും മറിച്ച് രാഷ്ട്രീയമായി കാണുന്ന ഒരു കൂട്ടം ചാനലുകൾ തെറ്റായ രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള തെറ്റും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന് അതിനകത്തുണ്ടായിട്ടുള്ള യഥാർത്ഥത്തിൽ കുശുമ്പാണ്. അത് പങ്കെടുക്കാൻ ക്ഷണിക്കാൻ ചെന്നപ്പോൾ പിന്നെ സാമാന്യഗതിയിൽ ആരെങ്കിലും സ്വന്തം വീട്ടിൽ, അതും ഒരു ഉന്നതനായ നേതാവിനെ കാണാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നാൽ കഥയടച്ച് അകത്ത് കയറി കിടക്കൂ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുക എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ചെയ്ത സംഭവം ഞങ്ങൾ വെളിയിൽ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വല്ലാത്തൊരു ആക്ഷേപമായി. ഞാനല്ല പോയത്, തിരുവിതാംകൂർ ദേവസ്വം അവരാണല്ലോ ക്ഷണിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ പിന്നിൽ എല്ലാ സഹായം ചെയ്തു. അത് ശബരിമലയുടെ വിഷയം വന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം യാതൊരു പ്രശ്നമില്ലാതെ പരാതിരഹിതമായി തീർത്താണെന്ന് ഗവൺമെൻറ്റിന് അതുപോലെ ആക്ട് ചെയ്തുകൊണ്ടാണ്. പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ് ചുമതല. അവിടെ സാമ്പത്തിക കാര്യത്തിൽ ഇടപെടാനോ അത് കൈകാര്യം ചെയ്യാനോ കണക്ക് ചെയ്യാനോ ഉണ്ട് അധികാരം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അല്ല, അത് രാഷ്ട്രീയമല്ലേ. ആ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. തെറ്റായി ഈ അസംബ്ലിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോയ രൂപത്തിൽ ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുമായി മുന്നോട്ട് വന്ന് എത്രയോ പ്രാവശ്യം നുണ പറഞ്ഞു അസംബ്ലിക്കകത്ത് തന്നെ, ഇപ്പോഴും തന്നെ പറയുന്നു. അപ്പോൾ രാഷ്ട്രീയമായി അത് അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം. പക്ഷേ ആ കാര്യത്തിൽ ഇതുവരെ ഏതെങ്കിലും SITയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയോ ഗവൺമെൻറ്റിനെയോ ഇപ്പോഴത്തെ മന്ത്രിയോ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് വിളിക്കുകയോ ചോദിക്കുകയോ ഒരു പരാമർശമെങ്കിലും ഏതെങ്കിലും തരത്തിൽ വന്നോ? ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ? അടിസ്ഥാനരഹിതമായിട്ട് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതാർക്കും പറഞ്ഞുകൊണ്ട് നടക്കാം. അത് അവർക്ക് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ളൊരു നിലനിൽപ്പ്. ഇപ്പോൾ അവർ തന്നെ വീട്ടിലായി. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കാര്യത്തിലെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17-ാം തീയതി ഏഷ്യാനെറ്റ് ചാനലിൽ സെപ്റ്റംബർ 17 ഈ പോറ്റി എന്ന് പറയുകയാണ് അവിടുത്തെ പാളി കാണാനില്ല. 20-ാം തീയതി അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ വന്നു. 28-ാം തീയതി ഇതിൻ്റെ അന്വേഷണം കോടതി പ്രഖ്യാപിച്ചപ്പോൾ ഈ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ, പെങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പാളി കണ്ടെടുത്തു. അപ്പോൾ ഇതെവിടുന്നാണ് ഇത് തുടങ്ങിയത്? പീഠം. അപ്പോൾ എവിടുന്നാണ് ഇത് തുടങ്ങിയത്? കള്ളം കപ്പലിൽ തന്നെ ആയിരുന്നില്ലേ? ഇതെല്ലാം ആലോചിച്ചല്ലേ ഈ പറച്ചിൽ പറയിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനൊരു അന്വേഷണം ഇത് പിടിക്കപ്പെടുമെന്ന് ഓർത്തില്ല. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടത്തിയത് കൊണ്ടാണ് ഈ കള്ളന്മാരെ എല്ലാം പിടിക്കാൻ പറ്റും. ഈ കൊള്ള പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ആഗോള അയ്യപ്പ സംഘവും ആയിക്കോട്ടെ, ആ സംശയം തന്നെ. പത്മകുമാറല്ല, ആരായിരുന്നാലും ഞാൻ പറഞ്ഞ X or Y അതിൽ കുറ്റവാളികൾ ആരായിരുന്നാലും രക്ഷപ്പെടാൻ പാടില്ല. പത്മകുമാറായിരുന്നാലും ശരി, വാസു ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ ആരായിരുന്നാലും അവരെ പിടിക്കണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, ഒരു സംശയവും വേണ്ട. അത് അന്ന് ഇന്നും പറയുന്നു, നാളെയും പറയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ എഴുതി കൊടുത്തത് സ്റ്റാൻഡിംഗ് കമ്മീഷൻ മുഖാന്തരം ഈ സംഭവം ഉണ്ടായപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഒന്നുകിൽ പോലീസിൻ്റെ SIT, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ SIT, അല്ലെങ്കിൽ വിജിലൻസിൻ്റെ SIT, ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉന്നതരായവരെ ബഹുമാനപ്പെട്ട കോടതി വയ്ക്കണം എന്ന് സ്റ്റാൻഡിംഗ് കമ്മീഷൻ മുഖാന്തരം ഞങ്ങളും അഭിപ്രായം കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറയ്ക്കാനില്ലെന്ന് മാത്രമല്ല, മുഴുവൻ വെളി വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഇങ്ങനെ എഴുതി കൊടുത്തത്. SIT നമ്മളാരും തീരുമാനിച്ചില്ല, ബഹുമാനപ്പെട്ട കോടതി തന്നെ നിശ്ചയിച്ച. അതിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഈ അറസ്റ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും എവിടെയെങ്കിലും ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും ഇടപെടാൻ അതിന് അവകാശവുമില്ല, അർഹതയില്ല, ഇടപെട്ടിട്ടുമില്ല. കാരണം ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, മുഴുവൻ റിപ്പോർട്ടും കോടതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ കോടതിയുടെ മേൽനോട്ടത്തിൽ, അതും ഡിവിഷൻ ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം പൊതുവെ എല്ലാവരും അംഗീകരിച്ചു, പ്രതിപക്ഷം അംഗീകരിച്ചാണല്ലോ. അവസാനം അവരുടെ ചില ആളുകളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി മാറിയത്. അടൂർ പ്രകാശും മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചല്ലോ, അടൂർ പ്രകാശും ഈ നമ്മുടെ ആൻ്റണിയും കൂടി നമ്മുടെ പോറ്റിയെയും അതോടൊപ്പം ഈ സ്വർണം വാങ്ങിയിട്ടുള്ള ഗോവർദ്ധനെയും അതുപോലെ പങ്കജ് ഭണ്ഡാരിയൊക്കെ കൂട്ടിയിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയല്ലോ. ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ കെ കരുണാകരന് കിട്ടാത്ത അഡ്മിഷൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ഈ കള്ളന്മാർക്ക് കിട്ടിയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ഇതുവരെ മറുപടി ഇവരാരും പറഞ്ഞില്ലല്ലോ. അടൂർ പ്രകാശിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അതിനകത്ത് മീഡിയയെ പോലും ആക്രമിക്കുകയല്ലേ ചെയ്തു പുള്ളി. ഒരു നിരായുണ്ടതിൽ മറുപടി പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാര്യത്തിൽ ഈ എന്തൊക്കെ ബന്ധപ്പെട്ടു, ഇവർക്ക് ആരൊക്കെ കൂട്ടുകച്ചവടം എന്നൊക്കെയുള്ള കാര്യം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പൂർത്തീകരിച്ച് വരുമ്പോൾ നമുക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇപ്പോൾ 17 കൊടിമരം എങ്ങനെയാണ് ഈ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതൽ പിടിച്ചു വാർത്തയുണ്ടാക്കും. ഇപ്പോൾ സ്വർണം കൊടുത്തവരെല്ലാം മൊഴി കൊടുത്തു തുടങ്ങിയല്ലോ. അതെല്ലാം പുറത്തോട്ട് വരട്ടെ, അതിൻ്റെ ഒന്നും കണക്കവിടില്ലല്ലോ. പക്ഷേ തന്ത്രിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് തന്ത്രിയെ ഇപ്പൊ കള്ളൻ എന്ന് പറയാൻ പറ്റുക എന്നാണ് അവർ ചോദിക്കുന്നത്. കോടതിയുടെ ഉത്തരവാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പറയുന്നത്. ആ കോടതി വിജിലൻസ് കോടതിയാണ് ഇവിടെ കൊല്ലത്തെ. ഇത് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് കേരളത്തിലെ ഹയർ കോടതി, കേരളത്തിലെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി, അതും ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് ആ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും SIT കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള അറസ്റ്റ് നടന്നിട്ടുണ്ട്. അതിവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിജിലൻസ് കോടതി അഭിപ്രായപ്പെട്ടത് പറയാൻ ആ കോടതിക്ക് അർഹതയില്ല എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം നമ്മളെ പഠിപ്പിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള എന്താ? സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു വിധിന്യായം പ്രധാനമായും ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് ഒരു കോടതിയും കടക്കേണ്ടതില്ല. ആ സുപ്രീം കോടതി വിധിക്ക് അപ്പുറത്താണ് ഈ യഥാർത്ഥത്തിൽ ഈ വിജിലൻസ് കോടതി അങ്ങനെ കയറി കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഹൈക്കോടതി പരിശോധിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് നല്ല രൂപത്തിലാണല്ലോ ഈ കാര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കീഴ്ക്കോടതി, അതൊരു വിജിലൻസ് കോടതി സാധാരണ ജാമ്യത്തിൻ്റെ ഘട്ടത്തിൽ ഇങ്ങനെ സുപ്രീം കോടതി വിധി എനിക്ക് ഇത് പറഞ്ഞെങ്കിൽ അതിൻ്റെ ബാക്കി നടപടി എന്താണ് ഹൈക്കോടതി നോക്കിക്കോളും, അത് SIT നോക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആര് പ്രതിയാണ് അല്ല എന്ന് തീരുമാനം കൽപ്പിക്കാൻ ഞാനോ നിങ്ങളോ അർഹതയല്ല. അത് തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിയാണോ പ്രതിയല്ലോ എന്ന് അവരാണ് തീരുമാനിക്കുക. അപ്പോഴാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് തന്ത്രി. അല്ല, അത് അദ്ദേഹം പറയാനിട വന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് ചെയ്ത് ഇത്രയും ദിവസം കടന്നല്ലോ. അത് അതിപ്പോൾ ഈ വിജിലൻസ് കോടതിയല്ലേ പറഞ്ഞത്, ഹൈക്കോടതി ഇത് പറഞ്ഞല്ലോ, ഡിവിഷൻ ബെഞ്ച് ഇത് പറഞ്ഞല്ലോ. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയല്ലേ. അതിനിടയ്ക്ക് വേറെ ചില സംഭവങ്ങളൊക്കെ നടന്നല്ലോ. BJPയുടെ നേതാവ് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരും. ഏതായിരുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് SIT വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കുറേ യാഥാർത്ഥ്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം നേരെ വരും. നിശ്ചയമായും നമുക്കത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെൻറ് കാലത്ത് ഇനി കള്ളന്മാരെ പിടിച്ച് ജയിലിടാനും സ്വർണ്ണ അയ്യപ്പന് കൊടുക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹം. പക്ഷേ ഇതിപ്പോൾ ഈ BJP പറയുന്ന ഒരു കാര്യം, LDFും UDFും ചേർന്ന് ശബരിമലയിലെ സ്വർണം കൊള്ള നടത്തി എന്നുള്ളതാണ്. അല്ല, BJP അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി അവർ കൊണ്ടുപോവുകയാണ്. ആ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം BJP അല്ലേ ഇതിനകത്തെ മറ്റൊരു കൂട്ടർ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത് ഈ തന്ത്രിയുടെ അളിയൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അറിയുമോ? അയച്ചിരുന്നു. അതൊന്ന്. രണ്ട്, BJPയുടെ പല പരിപാടികൾക്കും അദ്ദേഹം പോയി പങ്കെടുക്കാറുണ്ടായിരുന്നു. ശ്രീധരൻപിള്ളയാണല്ലോ വീട്ടിൽ പോയി ചെവിടി ചോദിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എങ്ങനെ? അതുപോലെ മറ്റൊരു കാര്യം, ഈ പോറ്റി ആദ്യം BJPയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിലാണ് ആദ്യം ആളിയെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് BJPക്ക് ചാനലിൽ അത് വരുന്നത്. അവരിൻ്റെ പിന്നിലെന്താ കളിച്ചിരിക്കുന്നത്? ഈ പങ്കജ് ഭണ്ഡാരിക്കും മറ്റേ ഗോപാലത്തിനുമൊക്കെ BJPയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ തന്ത്രിയുടെ ഒരു വാദം, ജാമ്യഹർജിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാദം, പോറ്റിയുമായി ബന്ധമുള്ള ആൾ താൻ എന്ന തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. പോറ്റിയുടെ പല ബന്ധുക്കളും ഇതിനോടകം തന്നെ, ഇതിനു മുൻപ് തന്നെ ശബരിമലയിലെ ജീവനക്കാരായിരുന്നു എന്നാണ്. ഇല്ല, ആയിരിക്കാം. ഏതായിരുന്നാലും വന്നത് KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് പോറ്റി ശബരിമല വരുന്നത് 2004. അതിന് ശേഷം ഇങ്ങോട്ട് എടുക്കുമ്പോൾ പോറ്റി ഈ ശബരിമല തന്ത്രി അറിയാതെ പോറ്റിക്ക് അവിടെ
ഉപശാന്തിയായിട്ടോ സഹശാന്തിയായിട്ടോ ഈ പണിയെല്ലാം നടത്താൻ പറ്റുമോ? ഇനി മറ്റൊരു കാര്യം, അവിടുത്തെ ദേവപ്രശ്നങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരിയില അവിടുത്തെ ശ്രീകോവിലിനകത്ത് അനക്കുകയോ ചെയ്യണമെങ്കിൽ അത് തന്ത്രിയായി ചെയ്യാൻ പറ്റും. എന്നാലോചിച്ച് നോക്കി, അതിൻ്റെ ആരാ കസ്റ്റോഡിയൻ? അപ്പോൾ അതിന് ന്യായമായ സമാനം വേണ്ട. ഇത് കൊണ്ടുപോയതും ഇളക്കിയതും ആര് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്? ഈ ഇവൻ്റെ കൊടുത്തുവിടാൻ പോറ്റിയെ കൊടുത്തുവിടാൻ ആര് പറഞ്ഞു? ഇതെല്ലാം സംബന്ധിച്ച് സാമാന്യ ബുദ്ധി. ഇപ്പം നമ്മൾ മറ്റൊരു കൂട്ടർ പറഞ്ഞു എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് തനിക്കതിൽ റോളില്ല. അത് നിങ്ങൾ സാമാന്യ ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്ക്. ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് അത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പുനർനിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്കല്ല റോൾ. ഇതിന് അദ്ദേഹം കത്ത് കൊടുക്കാതെ ഇവർക്കൊന്നും ബോർഡിന് പോലും അടങ്ങാൻ പറ്റിയല്ല. ഈ ഏതെങ്കിലും ഒന്ന് ഇളക്കിയെടുക്കാനോ ഇത് കൊണ്ടുപോകാനോ ഒക്കെയുള്ള അധികാരവും അവകാശവും ആദ്യമായി ആവശ്യപ്പെടേണ്ടത് തന്ത്രിയാണ്. അങ്ങനെയുള്ള രേഖകൾ കിട്ടിയോണ്ടല്ലേ അവർ ഈ കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ അറസ്റ്റിലേക്ക് പോയത്. ഇപ്പോൾ ഒരു കീഴ്ക്കോടതിയിലെ ഒരു വിജിലൻസ് കോടതി ഇത് പറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് നമ്മളല്ല എന്ന് വാദിച്ച് നിങ്ങൾക്ക് പോകേണ്ട കാര്യമുണ്ട്. നമുക്ക് സത്യസന്ധമായിട്ട് SITയുടെ റിപ്പോർട്ട് വരട്ടെ. അവർ ഈ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഇതെല്ലാം വരും. നമുക്കത് വിളിച്ച് വെച്ച് പരിശോധിക്കാം. അപ്പോൾ ഈ കാര്യത്തിൽ ഓരോരുത്തരുടെ ബന്ധം എന്താണ്, ഇതിലെത്രത്തോളം റോളുണ്ട്, ആരൊക്കെ പ്രതിപ്പട്ടികയിൽ വരുന്നു, ഇതെല്ലാം കോടതി മുമ്പ് വരണമല്ലോ. കോടതി എവിഡൻസ് കോർട്ടാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഇതിൻ്റെ വിചാരണ നടക്കും. ഇപ്പോൾ പ്രതികളാണ്. ആ വിചാരണ നടക്കുമ്പോഴാണ് പ്രതിയാണോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുക. അതും കോടതിയാണ് തീരുമാനിക്കുന്നത്. കുറ്റക്കാരാണോ ഇല്ലയോ വേണ്ടത്, നമ്മളല്ല. പ്രതികളാണെന്നുള്ളത് പോലീസ് അന്വേഷിക്കാം. അതിനാണ് SIT വെച്ചത്. എന്നാൽ ഒരു കാര്യം നിങ്ങളും പൊതുജനങ്ങൾക്കും അറിയാം, കോടതിയാണ് SIT തീരുമാനിച്ചത്. കോടതിക്ക് വിശ്വാസമുള്ള ടീമാണ്. സർക്കാർ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തു. അവിടെ കോടതി സർക്കാരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ആദ്യം മുതൽ ഒരേ വാചകം പറയുന്നത്, ഇപ്പോഴും അത് പറയുന്നു. കൃത്യമായി ഇത് മുഴുവൻ അന്വേഷിക്കണം, വെളിയിൽ കൊണ്ടുവരണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല, ഏത് പാർട്ടിക്കാരായിരുന്നു. ഇപ്പോൾ തന്ത്രി നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു വരുന്ന വാദങ്ങളെ തള്ളുകയാണ്. അല്ല, ഇപ്പം ഞാൻ നിഷ്കളങ്കനാണെന്നോ അതല്ലെന്നോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്തില്ലേ, അവർക്ക് തെളിവ് കിട്ടിയില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു. ഡിവിഷൻ ബെഞ്ച് അറിയാതെ അറസ്റ്റ് ചെയ്യൂ. ഇതുകൊണ്ട് കൊടുത്തതിന് ശേഷമല്ലേ അറസ്റ്റിലേക്ക് പോയത്. വിജിലൻസ് കോടതി നമ്മളൊരു താഴെയുള്ളൊരു കോടതിയും ഹയർ കോടതിയും തമ്മിൽ നമുക്ക് അത്രയെങ്കിലും വ്യത്യാസം കാണുന്നുണ്ട്. കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠമല്ലേ ഹൈക്കോടതി, അതും 2 ജഡ്ജിമാർ. ഒരു സാധാരണ വിജിലൻസ് കോടതിയും അതും തമ്മിൽ എന്തുമാത്രം അകലമുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കോടതി പരിശോധിക്കട്ടെ. ഹൈക്കോടതി തന്നെ പരിശോധിച്ചത് സംബന്ധിച്ച് വിശദീകരണം വരും സംശയമാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ശ്രീധരൻ ഒരു പുതിയ പാതയുടെ കാര്യമായി ഇന്ന് വന്നിട്ടുണ്ട്. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ അതിവേഗ പാത, അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ 3 വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടിട്ട് പത്തനംതിട്ട വഴിയൊക്കെ പോകുന്നൊരു പാതയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പാത എന്നായിരുന്നാലും കേരളത്തിൽ ഞങ്ങൾ ഉയർത്തിയ ആശയം ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലേക്ക് ഈ ശ്രീധരൻ്റെ വാദവും വന്നിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ പേരെല്ലാവർക്കും ഇടുന്നത്, ഞങ്ങൾ റെയിൽ നിന്നോ അല്ലെ സ്പീഡെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ റെയിൽ വന്നത്. അതിന് കേന്ദ്ര അനുമതി തന്നില്ലെന്ന് മാത്രമല്ല പല രൂപത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇവിടെ പലരും അതിന് പാരവെക്കുകയൊക്കെ ചെയ്തു. ഏതായാലും കേരളത്തിലൊരു ഹൈസ്പീഡ് റെയിൽവേ വേണം എന്ന ആശയത്തിലോട് യോജിക്കുന്നതാണല്ലോ ശ്രീധരൻ ഇതിനെ കൊണ്ടുവരാൻ കാര്യം. അപ്പം ഞങ്ങൾ ഉയർത്തിയ കാര്യം ശരിയാണെന്നല്ലേ ഈ ഗവൺമെൻറ്, അത് പൊതുവെ അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തിയവരും അതിനെ പല രൂപത്തിൽ ഉപദ്രവിച്ചവരും ഒക്കെ അതിന് സമാനം പറയും. താങ്ക് യു മിനിസ്റ്റർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.